നമസ്കാരം. എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു ബിസ്ക്കറ്റാട്ടോ ഉണ്ടാക്കണത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിൻ്റെ മുൻപേ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഫ്രീ കിറ്റിലുള്ള ആട്ടപ്പൊടി വെച്ചിട്ടാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. വേറെ റെസിപ്പീസൊക്കെ നമുക്ക് വഴിയേ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി നന്നായിട്ട് തരിച്ചിട്ട് എടുക്കണം കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ റവയുടെയും ഗോതമ്പിൻ്റെയും മിക്സിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരവി എടുക്കരുത്. നമ്മളിങ്ങനെ കഷ്ണാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചിട്ട് ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. മാവ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെയും പാലിൻ്റെയും മിശ്രിതത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ ഒരു പരുവത്തിലാണ് അത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മാവ് എടുത്ത് നോക്കുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിലാണ് മാവ് പരത്തിയെടുക്കേണ്ടത്. ഒരു ചെറിയ ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബിസ്ക്കറ്റ് വേണമെങ്കിൽ വലിയ അടപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ മാവും പരത്തി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലൊരു ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ ഒരു നൂലാണ് എടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് നൂല് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കോ അല്ലെങ്കിൽ വല്ല ബോട്ടിലിൻ്റെ അടപ്പിലുള്ള ഡിസൈനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ ബിസ്ക്കറ്റും ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഓരോ ബിസ്ക്കറ്റായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീ എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വശം മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ അടിവശം ഒന്ന് മുരിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു വശം മുരിഞ്ഞ് വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം കൂടെ ബിസ്ക്കറ്റിൻ്റെ ഒരു കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാലൻസ് ഉള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ബിസ്ക്കറ്റിൻ്റെ പോലെ തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബോട്ടിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാണ്ടിരിക്കും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. നമ്മളതിൽ കെമിക്കലൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ അപ്പക്കാരം പോലും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മൾ ബാലൻസുള്ള ആട്ടയും കൊണ്ട് ഇനി ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക് യു.